നമ്മൾ നിന്നിരിക്കുന്നത് ഒരു പുതിയ ചാനലിൻ്റെ ഒരു പുതിയ തുടക്കത്തിലെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൽ എങ്ങനെ നമുക്ക് PvP പഠിക്കാം. ഉദാഹരണം മെയ്സ് PvP, സോർഡ് PvP, ക്രിസ്റ്റൽ PvP, മൈൻകാർട്ട് PvP. അതൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒരു പാർട്ടായ മെയ്സ് PvP നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം വേൾഡിൽ കയറുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇത് എന്തായാലും എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളൊരു 10 ലൈക്കെങ്കിലും തന്ന് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് ഫസ്റ്റ് വീഡിയോ ഉണ്ട്, ഞാൻ അധികം പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒരു സബ്സ്ക്രൈബും കൂടെ അടിച്ചാൽ എനിക്കതൊരു വലിയ ഉപകാരമാവും. അപ്പോൾ നമുക്ക് വീഡിയോ കടക്കാം. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കമൻ്റ് അടിച്ചാൽ ഞാൻ ഇതിൽ റിപ്ലൈയും ചെയ്യുന്നതാണ്. ഞാൻ ഇത് നേരത്തെ ഒന്നും തുടങ്ങി വെച്ച വേൾഡാണ്. ഞാൻ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ കാര്യവും ഒന്ന് പഠിപ്പിച്ചു തരാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് മെയ്സ് PvP ആണ്. ഇതാണ് നമ്മളെ മെയ്സിൽ കുറേ കളി കളിച്ച് നമ്മൾ മാസ്റ്ററൊക്കെ അടിക്കാൻ പറ്റും. അത് നമ്മളുടെ സ്കില്ലിനനുസരിച്ചാണ്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ റാമും പ്രൊസസ്സറും എല്ലാം അനുസരിച്ചാണ് അത് ഇരിക്കണം. മെയ്സിന് പറ്റിയ 2 എൻചാൻമെൻ്റ് ആണ് ഡെൻസിറ്റിയും വിൻഡ് ബസ്റ്റും. ഡെൻസിറ്റി നമ്മൾ എത്ര താഴ്ന്നു വരുന്നോ അത്രയും വലിയ ഡാമേജ് കിട്ടും. ഇത് വിൻഡ് ബസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കതിനെ നമ്മളെ പൊക്കത്തിലോട്ട് കൊണ്ടുപോകും. അതാകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു തവണയും കൂടെ അടിക്കാനുള്ള അവസരം കിട്ടും. ഇത് എനിക്കും വലിയ രീതിയിലുള്ള അറിവില്ല, പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് പറ്റുന്നത്രോളം ഞാൻ പഠിപ്പിച്ചു തരും. പിന്നെ ഇതാണ് വിൻഡ് ചാർജ്. ഇത് ഉപയോഗിച്ചാണ് നമുക്ക് ഇങ്ങനെ പറന്ന് പോയി നമ്മുടെ ചുറ്റുക സ്വൈപ്പ് ചെയ്ത് അടിക്കാൻ പറ്റുന്നത്. അത് നമുക്ക് ആ നിമിഷത്തിൽ തന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് അടിക്കണം. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇത് ചില സമയം നടക്കൂല, കാരണം എൻ്റെ ഡിവൈസും അധികം നമ്മളെ കൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റൂല. ഇതിനൊക്കെ ഓരോരോ നമുക്ക് പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ആർമർ സ്റ്റാൻഡിൽ പ്രാക്ടീസ് ചെയ്ത ഒത്തുകൂടുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളുടെ പ്ലെയർ എന്ന് നമ്മൾ വിചാരിച്ചത്. ഇവരെയൊക്കെ നമ്മൾ കൊല്ലാളാണ്. നമ്മളെ ക്രോസ് ചെയ്യറപ്പോൾ ആൾക്കാരെ മണ്ടയിലായിരിക്കും. ചില സമയം പറ്റിക്കുന്നൊക്കെ വരും. ഇപ്പോൾ ഞാൻ ചെയ്യണം. പക്ഷെ എന്നാലും നമ്മൾ കൂടെ കോൺഫിഡൻറ്റ് കയ്യിൽ വെച്ച് നമ്മളിതൊക്കെ അടിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഈ വിൻഡ് ചാർജ് വെച്ച് നമുക്ക് തള്ളാനും പറ്റും. നമ്മൾ തുടക്കത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ട്രിക്കൊക്കെ അറിയാവുള്ളൂ. അന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന മോബ്സിനെ ഇതിട്ട് സുഖമായിട്ട് അടിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കോംബോ ചെയ്യാൻ കുറേ വെപ്പൺസ് ഉണ്ട്. ഉദാഹരണം ഈ സ്പിയർ. കൂടാതെ തന്നെ നമുക്ക് ഇതിൽ റാപ്റ്റൈഡ് എന്നും പറയുന്ന എൻചാൻമെൻ്റ് അടിച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എലൈട്രയും വെച്ച് ചെയ്യാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നാല് പേരിങ്ങനെ വളഞ്ഞാലും 5 പേര് വളഞ്ഞാലും നമുക്ക് ഇത് വെച്ച് ഓരോരുത്തരെ ഓരോരോ ഷോട്ടിൽ തീർക്കാൻ കഴിയും. ഇതൊക്കെ നിങ്ങൾ മാസ്റ്റർ അടിച്ചാൽ പക്ഷേ ഇത് ക്രിയേറ്റീവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. സർവൈവൽ ഇത്തിരി പാടാണ്. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും.
നമുക്ക് ഇതിൻ്റെ കൂടെ റാപ്റ്റേഡ് എന്നും പറയുന്ന എൻചാൻമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അത് ഉപയോഗിച്ച് അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്കൊരു ആദ്യത്തെ തവണ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രൈയിൽ അത് പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളത് മഴയാക്കണം, അതിനാണ് ഞാൻ ചീറ്റ്സ് ഓൺ ചെയ്ത. നമുക്ക് പറ്റും, പക്ഷെ എന്തായാലും ഒരു കഴിയാത്താണ്. അതേ കണക്ക് നമുക്ക് അടിക്കാൻ പറ്റും, പക്ഷെ അതിന് ഒത്തിരി നല്ല ട്രെയിനിങ് വേണം. നമ്മളിങ്ങനെ മണ്ടേ പോയി കണ്ടത് ഒത്തിരി പാടാണ്. നിങ്ങളിത് മാസ്റ്റർ അടിക്കണം. എണീച്ച് പശുവേ. പിന്നെ നിങ്ങൾ സോളോ വിന്നറിൻ്റെ വീഡിയോ ഒത്തിരി കണ്ടു നോക്കുന്നത് നല്ലതാണ്. സോളോ വിന്നർ, ഗെയിം തെറാപ്പിസ്റ്റ്, അവർ വാഴ 3 എന്നും പറഞ്ഞ് ഗെയിം തെറാപ്പിസ്റ്റ് ഒരു വീഡിയോ തുടങ്ങി. പിന്നെ സോളോ വിന്നർ മാൻഷൻ ഹാർഡ് കോർ സീരീസിൽ മാൻഷൻ കത്തിക്കുന്നതൊക്കെ കാണാൻ പോകുന്ന വീഡിയോ ഉണ്ട്. ഇവരെ വീഡിയോ ഞാനും കാണാറുണ്ട്, അതെനിക്കും വളരെ ഇഷ്ടമാണ് അവരെയൊക്കെ വീഡിയോ കാണാൻ. അവർ മലയാളികളായതുകൊണ്ട് തന്നെ എനിക്കത് കാണാനും എനിക്കത് എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളും അതൊക്കെ കാണണം. പിന്നെ ഈ മെയ്സിൽ നമ്മൾ സർവൈവലിൽ പോകുമ്പോൾ റീകോയിലുണ്ട്, അതായത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ സർവൈവലിൽ പോവുകയാണെങ്കിൽ വേണ്ട, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മോബിനെ തന്നെ അടിക്കാൻ കഴിയില്ല. ഇത് ഒത്തിരി പാടാണ്, മറ്റുള്ള മോബുകളെ സർവൈവലിൽ അടിക്കാൻ പാടാണ്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാളെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞു തരുന്നതാണ്. ഒത്തിരി പാടാണ് സർവൈവലിൽ അടിക്കാൻ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത നിങ്ങളൊന്നും കണ്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ ഡിവൈസ് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി എക്സ്ട്രീം ലെവലൊന്നും അല്ല, ഒത്തിരി കുഴപ്പമുള്ള ഡിവൈസാണ്. ഞാൻ ഇപ്പോൾ പീസ് കൂടി ഇട്ടിട്ടുണ്ട്. സൂപ്പർ. പിന്നെ നമ്മൾ കണ്ട ഈ വിൻഡ് ചാർജ് ഉപയോഗിച്ച് മണ്ടേ പോയി മെയ്ച്ചിട്ട് അടിക്കുമ്പോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ വിൻഡ് ചാർജ് ഉപയോഗിച്ച് തന്നെ നമുക്ക് തടയാനും കഴിയും. സൂപ്പർ. സൂപ്പർ. നമുക്ക് മാസ്റ്റർ അടിക്കാവുന്ന ഒരു ചെറിയ സാധനമാണ്, ഞാൻ ഇനി വരും വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. പിന്നെ ക്രിപ്സ് അടിക്കാൻ നല്ല എളുപ്പമാണ്. നല്ല സാധാ അടിക്കുമ്പം ആർമർ സ്റ്റാൻഡിന്നൊന്നും വരില്ല, പക്ഷെ ക്രിപ്സ് അടിക്കുമ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് കുറച്ച് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും, അതിനാണ് ക്രിപ്സ് എന്ന് പറയുന്നത്. അത് അടിക്കുമ്പോഴും നമ്മൾ എനിമിയുടെ ലൈഫ് എത്രത്തോളം കുറയും. ഒത്തിരി വലിയ പാടുള്ള കേസാണ്. ഉണ്ടായി അടക്കം നിങ്ങളൊരു പ്രോ ലെവല് ഗെയിം പ്ലേ കളിക്കണം. പിന്നെ നമ്മൾ ക്രിപ്സ് അടിക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ പോകണം, നല്ലതാണ്. അതാകുമ്പോൾ എനിമി തിരിയാകുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയാൽ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്രദമാകുമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരും. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ടിൽ ദെൻ ബൈ.